അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് 1-ാം ക്ലാസ്സിലെ ദുറൂസ് അറബി മലയാള പാഠത്തിലെ 5-ാമത്തെ പാഠമാണ്. 5-ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദുറൂസ് അറബി മലയാളത്തിലെ 5-ാമത്തെ പാഠം മരം. ഇതിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം ര എന്നതാണ്. മരം, മരം, ര, മരം, മരം. റാ എന്നെഴുതിയിട്ട് അതിൻ്റെ താഴെ ഒരു പുള്ളിയിട്ടാൽ ര എന്നായി. എങ്ങനെയാണ് ര എന്ന് ഇതെങ്ങനെയാണ്? റാ എന്നെഴുതിയിട്ട് റാ എന്നെഴുതി അതിന് താഴെ ഒരു പുള്ളിയും കൊടുക്കുക, അപ്പോൾ ര. ഇനി നോക്കൂ, മരം, ര. അതിൻ്റെ നേരെ താഴെ എരുമ, കൂര, അരണ. ഒന്നുകൂടെ, എരുമ, കൂര, അരണ. തൈര്, മോര്, കീരി. ഒന്നുകൂടെ, തൈര്, മോര്, കീരി. രാവിലെ ഉണരണം, രാവിലെ ഉണരണം. അരി ഒരു ആഹാരം, അരി ഒരു ആഹാരം. രാത്രി തൈര് കഴിക്കരുത്, രാത്രി തൈര് കഴിക്കരുത്. ഒന്നുകൂടെ വായിക്കാം. മരം മുതൽ മരം, ര, എരുമ, കൂര, അരണ, തൈര്, മോര്, കീരി. രാവിലെ ഉണരണം, അരി ഒരു ആഹാരം. രാത്രി തൈര് കഴിക്കരുത്. ഇനി ഇതിൽ തന്നെ 2-ാമത്തെ പാർട്ടായി കൊടുത്തത് ഒരു മഴു കണ്ടില്ലേ, നമ്മൾ വിറക് വെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന സാധനം, അത് വായിക്കല്ലേ, മഴു. അപ്പോൾ ര എന്ന അക്ഷരമാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. ര എങ്ങനെയാണ് എഴുതുക? റാ എഴുതിയിട്ട് മുകളിൽ 3 പുള്ളി ഇട്ടുക. റാ എന്ന് എഴുതിയിട്ട് അതിന് റാ എഴുതിയിട്ട് മുകളിൽ 3 പുള്ളിയിട്ട് കൊടുത്താൽ ഴ എന്നായി. ഴാക്ക് ഫത്ത് അല്ലേ, കെസറിട്ടാൽ ഴി, ലമ്മിട്ടാൽ ഴു. അപ്പം മഴു, ഴ. മലയാളത്തിലൂടെ ഴ കൊടുത്തിട്ടുണ്ടല്ലേ, മഴു, ഴ. ഇനി താഴെ മുഴം, ആഴം, കോഴി, കുഴൽ, പഴം, കേഴുക. വഴിയിൽ ഇരിക്കരുത്, വാഴ കുലക്കും. മഴ പെയ്തു, പുഴ നിറയും. ഒന്നുകൂടെ നമുക്ക് വായിച്ചു നോക്കിയാലോ. മഴു, മഴു, ഴ. മുഴം, ആഴം, കോഴി, കുഴൽ, പഴം, കേഴുക. വഴിയിൽ ഇരിക്കരുത്, വാഴ കുലക്കും. മഴ പെയ്തു, പുഴ നിറയും. ഇനി താഴെ നമുക്ക് ചെറിയൊരു വർക്ക്. എന്താ വർക്ക്? അറബി മലയാളത്തിൽ എഴുതണം, മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിസ്കാരം നിർവഹിക്കണം. നിസ്കാരം എന്ന് എഴുതാൻ വളരെ എളുപ്പമായി. സാധാരണ നീ തന്നെ, പിന്നെ സ് എഴുതുക, സാധാരണ ക. നിസ്കാരം എന്നുള്ളത് എഴുതുമ്പോൾ റാ എഴുതി താഴെ ഒരു പുള്ളി ഇടണം, എന്നിട്ട് ഫത്ത് ഇടുക, അപ്പം ര. നിസ്കാരം. നിർവഹിക്കണം. അപ്പം നീ, നമ്മൾ സാധാരണ നാക്ക് കസറിട്ട നീ, നിർ, സാധാരണ റ്, നിർവ. വാവിന് സദ്ദിട്ടു, നിർവ. നിർവഹി, നമ്മളെ 2 കെട്ടിട്ടൊരു ഹാ ഉണ്ടല്ലേ, നിർവഹിക്കണം. ന നമുക്കറിയാം എങ്ങനെയാണ് നാന്ന് എഴുതുക. നാന്ന് എഴുതിയിട്ട് താഴെ ഒരു പുള്ളിയിട്ട് കൊടുക്കുക. അപ്പം നമ്മൾ മുമ്പ് ഒരു പാഠത്തിൽ നമ്മൾ പഠിച്ചു. എത്രാമത്തെ പാഠത്തിലാണ് നാ പഠിച്ചത്? 3-ാം പാഠത്തിൽ കണ്ണ് പഠിച്ചിരുന്നു, അവിടെ ഉണ്ട് നാ. ഇനി പുഴയൊഴുകും വഴി, പുഴയൊഴുകും വഴി. പുഴ, പാ നമ്മൾ പഠിച്ചില്ലേ, ബാ എന്ന് എഴുതിയിട്ട് 2 പുള്ളിയും കൂടി കൊടുക്കുക. അപ്പം മൊത്തം 3 പുള്ളി ഉണ്ടാവും. പല്ല് എന്നുള്ള പാഠത്തിൽ പഠിച്ചു, 3-ാം പാഠത്തിൽ പാ. അപ്പം അതിന് പൂ, ലമ്മിടുക, പൂ. ഴ എന്നുള്ളത് നമ്മളിവിടെ മഴുവിൻ്റെ പാഠത്തിൽ, ഈ പാഠത്തിൽ പഠിച്ചു. അപ്പോൾ പുഴയൊഴുകും, 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 പുഴയൊഴുകും വഴി.
ഴ ഴി ഴു ഒക്കെ ഇതിൽ തന്നെ ഉണ്ടല്ലോ. ഇനി താഴെയുണ്ട് ര രി രു ഴ ഴി ഴു. ഇനി നിങ്ങൾ എന്താക്കണം, രാ രീ രു വെച്ചിട്ട് ഒരു 5 പദങ്ങൾ എഴുതി പഠിക്കുക. ഴ ഴി ഴു അതും വെച്ചിട്ടൊരു 5 പദങ്ങളൊക്കെ എഴുതി നോട്ടിൽ നോക്കുക. അങ്ങനെ ഈ പാഠം വളരെ ഭംഗിയായി പഠിച്ചു വെക്കുക അല്ലേ. ഒറ്റ പ്രാവശ്യം കൂടി ഞാൻ വായിച്ചു തരാം. മരം, ര എരുമ, കൂര, അരണ, തൈര്, മോര്, കീരി, രാവിലെ ഉണരണം, അരി ഒരു ആഹാരം, രാത്രി തൈര് കഴിക്കരുത്. മഴു ഴ മുഴം, ആഴം, കോഴി, കുഴൽ, പഴം, കേഴുക, വഴിയിൽ ഇരിക്കരുത്, വാഴ കുലക്കും, മഴ പെയ്തു, പുഴ നിറയും. പിന്നെ താഴെ വർക്ക് നിസ്കാരം നിർവഹിക്കണം, പുഴയൊഴുകും വഴി, ഏറ്റവും താഴെ ര രി രു ഴ ഴി ഴു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കുട്ടികൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ.